2016 വർഷം ലോകത്തിലെ ഏറ്റവും ധനികരുടെ കൂട്ടത്തിൽ 101ാമത്തെ സ്ഥാനം ലഭിച്ച വ്യക്തിയായിരുന്നു നൈജീരിയയിൽ ചേർന്ന ഫെമി ഒട്ടട്ടോള. അദ്ദേഹം സന്തോഷമുള്ള ധനികരുടെ സ്ഥാനത്ത് ഒന്നാമതായിരുന്നു. ഒരു ദിവസം ഒരു ഇന്റർവ്യൂവിൽ പ്രസ് അദ്ദേഹത്തിനോട് താങ്കളുടെ സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം അപ്പോൾ പറഞ്ഞു, ഒരു കാലം താൻ സന്തോഷമില്ലാതെ സന്തോഷത്തിന് വേണ്ടി അലയുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള ഒരു ജീവിതക്രമത്തിൽ ഇരിക്കുമ്പോൾ ആദ്യം പണവും പ്രതാപവും ഉണ്ടെങ്കിൽ സന്തോഷം ലഭിക്കും എന്ന് അദ്ദേഹം വിചാരിച്ചു. തന്നാൽ കഴിയാത്ത പണം ഉണ്ടാക്കി, പക്ഷേ അതിൽ അദ്ദേഹത്തിന് സന്തോഷം ലഭിച്ചില്ലായിരുന്നു. രണ്ടാമത്, ആഡംബര സാധനങ്ങൾ വാങ്ങിച്ചാൽ സന്തോഷം ലഭിക്കുമെന്ന് അദ്ദേഹം കരുതി, അതിലും അദ്ദേഹത്തിന് സന്തോഷം ലഭിച്ചില്ലായിരുന്നു. മൂന്നാമത്, തന്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് അങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കാണാം എന്ന് അദ്ദേഹം വിചാരിച്ച് തന്നാൽ കഴിയുന്ന സമയമൊക്കെ തന്റെ ബിസിനസിന് വേണ്ടി ചിലവഴിച്ചു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സന്തോഷം ലഭിച്ചില്ല. ഒടുവിൽ ഒരു ദിവസം അദ്ദേഹത്തിന്റെ സുഹൃത്ത് അദ്ദേഹത്തെ വിളിച്ചു. ഒരു സ്പെഷ്യൽ സ്കൂളിൽ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു 200 കുഞ്ഞുങ്ങൾക്ക് വീൽ ചെയർ നൽകുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പലതരത്തിലുള്ള ഡൊണേഷൻ ചെയ്യുന്ന അദ്ദേഹത്തിന് ഇതൊരു വളരെ ചെറിയ കാര്യമായിരുന്നു. എന്നാൽ പോലും ഈ സുഹൃത്ത് പിന്നെയും അദ്ദേഹത്തോട് അവിടെ ചെന്ന് അവരുടെ കയ്യിൽ വീൽ ചെയർ കൊടുക്കുവാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ഇഷ്ടമില്ലെങ്കിലും അങ്ങോട്ടങ്ങ് കടന്നുപോയി. അവിടെ 200 കുഞ്ഞുങ്ങൾക്ക് വീൽ ചെയർ കൊടുത്തു. എല്ലാം കഴിഞ്ഞ് അദ്ദേഹം കാറിലേക്ക് പോകുവാൻ വേണ്ടി നടന്നപ്പോൾ ഒരു കുഞ്ഞു പൈതൽ അദ്ദേഹത്തിന്റെ കാല് കൈകൊണ്ട് പിടിച്ചു കഴിഞ്ഞു. അത് കാണുമ്പോൾ ഇദ്ദേഹം ചോദിച്ചു, മകളെ, നിനക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? വേറെ എന്തെങ്കിലും സഹായം ഞാൻ ചെയ്തു തരണോ? അപ്പോൾ ആ കുഞ്ഞ് അദ്ദേഹത്തെ തന്നെ കുറച്ചു നേരം ഉറ്റുനോക്കി. സാറേ, ഞാൻ സാറിന്റെ മുഖമൊന്ന് നേരെ നോക്കിക്കോട്ടെ. സ്വർഗത്തിൽ പോകുമ്പോൾ സാറിന്റെ മുഖം എനിക്കൊന്ന് തിരിച്ചു കാണണം എന്ന് പറഞ്ഞു. അന്ന് ആ ഭാവികയുടെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. സന്തോഷത്തിന് വേണ്ടി അലഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതം ഒരു അർത്ഥമായ ജീവിതമായി മാറുവാൻ കഴിയും. ഇന്നത്തെ അല്പസമയത്തിന്റെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വിഷയം Let us care and join hands. കൈകോർക്കാം. ഫെമി ഒട്ടട്ടോളയുടെ ജീവിത കാരുണ്യം അദ്ദേഹത്തിന്റെ ജീവിതം മാത്രമല്ല പ്രകാശം പരത്തിയത്, മറിച്ച് 200 കുഞ്ഞുങ്ങളുടെ ജീവിതം പ്രയോജനകരമായി മാറി. അതേപോലെ ആയിരിക്കണം നമ്മളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം. ഇന്നും മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് ദുഃഖത്തിലായിരിക്കുന്ന പല കുഞ്ഞുങ്ങളുണ്ട്. എവിടെ താമസിക്കും എന്ന സ്ഥലമില്ലാതെ ശാരീരിക വെല്ലുവിളികൾ അനുഭവിച്ചു ഉപേക്ഷിക്കപ്പെട്ടവരായ കുഞ്ഞുങ്ങളുണ്ട്. ഭിന്നശേഷിക്കാരായ മക്കൾ എന്നിങ്ങനെ പലതരത്തിലുള്ള ഇരുട്ടിന്റെയും കയ്പിന്റെയും അനുഭവം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ട്. ആ കുഞ്ഞുങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണം എന്നൊരു ദൗത്യമാണ് ദൈവം നമ്മളേവർക്കും എത്തിച്ചു തന്നിരിക്കുന്നത്. ദുരിതത്തിൽ അനുഭവിച്ചു കഷ്ടപ്പാടിന്റെ അങ്ങേയറ്റം കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ഒരു സാധനമായി മാറണം നമ്മുടെ ജീവിത ക്രമം. കയ്പിന്റെ അനുഭവത്തിൽ ഇനി ജീവിക്കണോ എന്ന ചോദ്യത്തിലായിരിക്കുന്ന ഒരു ജനതയ്ക്ക് ഒരു സഹായമായിരിക്കണം നമ്മുടെ ജീവിതം. ഇല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് നിത്യത ലഭിക്കുകയില്ല. മത്തായി 25-ാം അധ്യായം 40-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു,
രാജാവ് അവരോട്, എന്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്തു. പലപ്പോഴും നാം നമ്മൾക്ക് ചുറ്റും ഈ ചെറിയവരെ ദൈവത്തെ പോലെ നോക്കാതെ അവർക്ക് വേണ്ടി സമയം കണ്ടെത്താതെ നാം നമ്മുടേതായ ജീവിത ക്രമത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കരുണ കാണിച്ച് കരുണയുടെ പങ്കാളികളാകാം എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി കേൾക്കുവാൻ നമ്മുടെ കാതുകൾ തുറക്കണം. Open ears to hear. ആശ്രയം ആഗ്രഹിക്കുന്നവരുടെ ഉള്ളിലെ ശബ്ദം പലപ്പോഴും നമുക്ക് കേൾക്കാറില്ല. ആ ശബ്ദം കേട്ടാലും നാം അവിടെ നിന്ന് അവർക്ക് സഹായം ചെയ്യാതെ നാം കടന്നുപോയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ശബ്ദ കോലാഹലമായ ജീവിത ക്രമത്തിൽ മറ്റുള്ളവരുടെ ശബ്ദം കേൾപ്പാൻ നാം സമയം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. യേശുക്രിസ്തു പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നു. ഇവ ശാരീരിക വേദന മാത്രമല്ല, മാനസിക വേദനയെ കൂടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം പലപ്പോഴും വിചാരിക്കും ഇവർക്ക് പണം മാത്രം കൊടുത്താൽ ഒരു സഹായമായിരിക്കും. പക്ഷേ അവിടെ പലരും അവരുടെ കഷ്ടപ്പാട് പങ്കുവയ്ക്കുവാൻ ഒരു സഹോദരനെ, ഒരു സൗഹൃദത്തിനെ ആണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിന് സമയം ചിലവഴിക്കാൻ പലപ്പോഴും നമുക്ക് മടിയുണ്ടായിരിക്കുന്നു. നാം നോക്കുമ്പോൾ വലിയ കണ്ണുകൾ, തളർന്നുള്ളിൽ വാടിയ പുഞ്ചിരിയുമുള്ള പല കഷ്ടപ്പാടിന്റെയും കയ്പിന്റെയും ശബ്ദങ്ങൾ കേൾക്കുന്നു. പക്ഷേ ഹൃദയത്തിനുള്ളിൽ മാത്രം മുളിച്ചു വെക്കുന്ന ഒരു ശബ്ദമുണ്ട്. അത് നമുക്ക് ചുറ്റുമുണ്ട്. അത് നാം കാണാറില്ല. ആ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ കാതുകൾ തുറക്കണം. പലർക്കും അവരുടെ കഷ്ടപ്പാടിന്റെ കയ്പുകൾ മറ്റുള്ളവർക്ക് എത്തിക്കുവാൻ ആഗ്രഹമില്ലാതെ പോകുന്നു. അവരുടെ മുഖഭാവത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ സങ്കടങ്ങളും വേദനയും. അവരോട് നല്ലൊരു സൗഹൃദം പാലിച്ച് അവരുടെ കഷ്ടപ്പാടിന് ഒരു കരുതലായി, ഒരു കരുണയുടെ പാത്രമായി നാം മാറണം. ചിലരുടെ വേദന ഒരു നിലവിളിയാണ്, പുറത്ത് വരികയില്ല, അത് മൗനമായിരിക്കും. ചിലരുടെ കണ്ണുനീർ കവിളിലൂടെ ഒഴുകുകയില്ല, അത് ഹൃദയത്തിനുള്ളിൽ വീഴും. ഈ ഹൃദയത്തിലുള്ള നൊമ്പല് അറിയാൻ തക്ക നാം തയ്യാറായിരിക്കണം. ഭക്തിമായി യേശുക്രിസ്തുവിനെ, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചു. അന്ന് ആ വിളി പലരും കേട്ടു. ശിഷ്യന്മാരൊക്കെ അദ്ദേഹത്തിനോട് ശബ്ദമുണ്ടാക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ആ നിലവിളി കേട്ടത് യേശുക്രിസ്തുവായിരുന്നു. അതേപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ ഒരു നല്ലൊരു മാതൃകയായി നമ്മുടെ ജീവിതക്രമം ഉണ്ടായിരിക്കണം. ഈ ജനതയുടെ നിലവിൽ തിരിച്ചറിയാൻ തക്ക ഉത്സാഹമുള്ളവരായിരിക്കണം നാം. യേശുക്രിസ്തു പറയുന്നത് പോലെ എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു എന്ന് നമ്മുടെ ചെറിയവരിൽ പലരും വിളിക്കുമ്പോൾ അവർക്ക് നാം സാന്ത്വനം നേടണം. അബ്ശാലോമിന്റെ കാലം നോക്കുമ്പോൾ ദാവീദും അബ്ശാലോമും തമ്മിലുള്ള ഒരു കലാപം കാരണം കുറച്ചു ദിവസം ദാവീദ് ഒളിച്ചു താമസിച്ചു. ആ സമയം അവിടുത്തെ പ്രജകൾ ദാവീദിനോടുള്ള പേടി മുഖാന്തരം അദ്ദേഹത്തിന് ഭക്ഷണമോ പാർപ്പിടമോ കൊടുത്ത് സഹായിച്ചില്ലായിരുന്നു. ആ ശാപകാലത്ത് ഒരു 80 വയസ്സുള്ള ഗിലെയാദ്യനായ ബർസില്ലായിയായിരുന്നു അദ്ദേഹത്തിന് പാർപ്പിടവും വസ്ത്രവും നൽകിയത്. അന്ന് ആ ഒരു വയസ്സായ അപ്പൂപ്പനായിരുന്നു ദാവീദിനും കൂട്ടർക്കും സാന്ത്വനം നൽകിയത്. ഒടുവിൽ ദാവീദിന് രാജ്യഭാരം തിരിച്ച് ലഭിച്ചപ്പോൾ രാജ്യ അംഗീകാരം ബർസില്ലായിക്ക് വേണ്ടി കൊടുത്തു. പക്ഷേ അവിടെ ബർസില്ലായി നിരസിക്കുകയാണ്.
ചിരിക്കുകയാണ് ഉണ്ടായിരുന്നത്. പലപ്പോഴും നാം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് സഹായിക്കുന്നത്. ഞാൻ ഇങ്ങനെ ചെയ്താൽ ലോകത്തിൽ എനിക്കൊരു സ്ഥാനം ലഭിക്കും എന്ന് പലപ്പോഴും നാം കരുണ കാണിക്കുന്നത് പോലെ ചെയ്യുന്നു. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ഹൃദയം കൊണ്ട് തന്നെ നാം മറ്റുള്ളവർക്ക് കരുണ കാണിക്കേണ്ടതാണ്. അവരുടെ കഷ്ടപ്പാടിന്റെ കയ്പിന്റെ പങ്കാളികളാണ്. നമ്മുടെ സഭയിലും പലതരത്തിലായ കയ്പിന്റെ അനുഭവം അനുഭവിക്കുന്ന മക്കളുണ്ട്. അവർക്കൊരു കരുതലായി അവരുടെ ആവശ്യത്തിൽ കൂടെയിരിക്കണം. ഇന്ന് സൂയിസൈഡ് കൂടി വരുന്നുണ്ട്. 14 വയസ്സുള്ള ഒരു കുഞ്ഞു പോലും തന്റെ അച്ഛനും അമ്മയും തന്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിയെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കാരണം ആ കുഞ്ഞുങ്ങൾക്ക് ഒരു സാന്ത്വനവും ഒരു സന്തോഷവും പകരുവാനുള്ള നല്ലൊരു സുഹൃത്ത് ബന്ധം ഇല്ലാതെ പോകുന്നതാണ്. ആ സൗഹൃദം നാം കുടുംബത്തിലും സമൂഹത്തിലും കാണിക്കണം. മറ്റുള്ളവരോട് കരുണയും അവർക്ക് സമയം ചിലവഴിക്കുകയും ചെയ്യണം. അവർക്ക് സാധനമാകണം. മറ്റുള്ളവരെ കൊല്ലുന്ന ഈ ലോകത്തിൽ നാം മറ്റുള്ളവർക്ക് തണലേകുന്ന ഒരു സാധനമാകുന്ന ഒരു ജീവിതക്രമം പാലിക്കേണ്ടതാണ്. മറ്റുള്ളവരോട് കരുണ കാണിക്കുകയാണ്. രണ്ടാമത്, കാണുവാൻ കണ്ണ് തുറക്കണം. Open your eyes to see. ഈ ദ്രുതഗതിയിൽ മാറുന്ന ലോകത്തിൽ പലപ്പോഴും മറ്റുള്ളവരുടെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. മാത്രമല്ല, അവരുടെ കഷ്ടപ്പാട് എന്താണെന്ന് കാണുവാനും തിരിച്ചറിയുവാനും നാം സമയം ചെലവഴിക്കുകയില്ല. പക്ഷേ നാം ചെറുതായി ഈ സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം ദൈവം നൽകും എന്ന് ഓർത്തുകൊള്ളണം. കരുണയുണ്ടാക്കുന്നവൻ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. മറ്റുള്ളവർക്ക് കരുണയേകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യത്തിന്റെ ജീവിതവും ഒരു അനുഗ്രഹത്തിന്റെ ജീവിതവുമായി മാറുമെന്ന് നാം ഓർക്കേണ്ടതാണ്. എനിക്ക് ഒരു വീഡിയോ വളരെ ഫേമസ് ആയിട്ടാണ്. ഒരു ഗൃഹനാഥൻ ജോലി കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് കടക്കുന്നു. അപ്പാർട്ട്മെന്റിലായിരിക്കുന്ന അദ്ദേഹം തന്റെ ഫ്ലോർ ലിഫ്റ്റിൽ ഞെക്കി. പക്ഷേ മൊബൈൽ നോക്കിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ വേറൊരു വ്യക്തി വന്ന് 5ാമത്തെ ഫ്ലോർ 7 പകരം ഞെക്കി അതിൽ ഇറങ്ങി. തന്റെ ഫ്ലോർ എത്തിയെന്ന് വിചാരിച്ച് ആ ഗൃഹനാഥൻ ആ ഫ്ലോറിലേക്ക് ഇറങ്ങി. ഇറങ്ങുക മാത്രമല്ല, തന്റെ ഭവനം ഇരിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഭവനത്തിലേക്ക് അദ്ദേഹം കയറി ചേർന്നു. അവിടെ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ മൊബൈലിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ചായ ഉണ്ടാക്കി ഇദ്ദേഹത്തിന് കൊടുത്തു. ഇദ്ദേഹം ചായ കുടിച്ചുകൊണ്ട് മൊബൈൽ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. കുറെ നേരം കഴിഞ്ഞു ആ ഭവനത്തിലെ ഗൃഹനാഥൻ ആ ഭവനത്തിൽ വരുമ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത് മൊബൈലിൽ കാരണം തങ്ങൾക്ക് ചുറ്റും എന്താണ് നടക്കുന്നു എന്ന് പോലും തിരിച്ചറിയാത്ത ഒരവസ്ഥയിലാണ് അവർ ഇരുന്നത്. ഇന്നും ഈ ലോകത്തിൽ ഈ തിരിച്ചറിവില്ലാതെയാണ് നടക്കുന്നത്. നല്ല സൗഹൃദം എന്ന് വിചാരിച്ച് ഇന്നത്തെ തലമുറകൾ പലപ്പോഴും തെറ്റായ സൗഹൃദത്തിൽ എത്തിപ്പെട്ട് അവരുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് കടന്നു വരുന്നു. ഈ ഒരു ലോകത്തിൽ നാം മറ്റുള്ളവർക്ക് സാന്ത്വനമേകുന്ന, മറ്റുള്ളവരുടെ കഷ്ടപ്പാട് അറിഞ്ഞ് അത് തിരിച്ചറിയുന്ന ഒരു കണ്ണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. നമുക്ക് ആത്മീയ കണ്ണുണ്ടായിരിക്കണം. മറ്റുള്ളവരെ കരുതുന്ന ഒരു കണ്ണായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ചിലപ്പോൾ കണ്ടിട്ടും കാണാതെ അഭിനയിച്ചുകൊണ്ട് ഇന്ന് പലരും കടന്നു പോകുന്നുണ്ട്. ആ കണ്ണുകളാണ് നാം തുറക്കേണ്ടത്. നാം ഈ പ്രവർത്തനം തുടങ്ങുമ്പോൾ നമ്മെ കാണുന്നവർ അത് മുഖാന്തരം മാറും. അവർ അത് മുഖാന്തരം ദൈവത്തിലേക്ക് എത്തുമെന്ന് നാം ഓർക്കേണ്ടതാണ്. ധനവാന്റെ പട്ടുതുണിയും ആഡംബരങ്ങൾക്കും ഇടയിൽ തന്റെ പടിവാതിൽക്കലിരുന്ന ലാസറിനെ ധനവാൻ കാണുവാൻ കഴിയില്ല. ഒടുവിൽ അദ്ദേഹം നരകത്തിന്റെ ഇരയാകുമ്പോഴാണ് അദ്ദേഹം ഓർത്തത് തന്റെ ഭവനത്തിന്റെ
വാതിൽക്കൽ നിന്ന ലാസർ എന്ന പാവപ്പെട്ട വ്യക്തിയെ. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം നരകത്തിൽ ഇരയാകുകയും ചെയ്തു. ഇന്ന് പലപ്പോഴും നാം നമ്മുടെ ചുറ്റും കഷ്ടപ്പെട്ട ഒരു തലമുറയെ കണ്ടിട്ട് അവർക്ക് സാധനവും കരുണയും നൽകാതെ നാം നമ്മുടെ ജീവിതക്രമത്തിൽ ഓർക്കണം. നമുക്ക് നിത്യത അവകാശമാക്കണമെങ്കിൽ നാം മറ്റുള്ളവർക്ക് കരുണ കാണിക്കണം. മറ്റുള്ളവരെ കരച്ചിൽ കണ്ട് തിരിച്ചറിഞ്ഞ് അവരുടെ കഷ്ടപ്പാടിന്റെ കൂടെ അവരെ ഒരു തണലായി നമ്മുടെ ജീവിതക്രമം മാറണം. അടുത്തൊരു ഇപ്പോൾ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോ കരൂപനീശ്വരനായാലും താശ്ചര്യം. ഈ വാക്കുകൾ ഉള്ളൂർ എസ് പരമേശ്വരനായരുടെ പ്രേമ സംഗീതം എന്ന കവിതയിൽ നിന്ന് എടുത്തതാണ്. നമുക്ക് പലപ്പോഴും ഈ ഒരു അനുഭവമാണ്. അടുത്ത് നിൽക്കുന്ന പാവപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ അദൃശ്യനായ ദൈവത്തിന്റെ തിരച്ചിലോടുകൂടി നാം പോകുന്നു. യേശു ക്രിസ്തു പറയുന്നത് പോലെ ഈ ചെറിയവർക്ക് ചെയ്യുന്ന പ്രവൃത്തി ക്രിസ്തുവിനെ ചെയ്യുന്ന പ്രവൃത്തിയെന്ന് നാം ഓർക്കേണ്ടതാണ്. ദൈവത്തെ മാത്രം ഓർത്ത് ദൈവ വചനത്തിൽ ഉള്ള അതേ ജീവിതക്രമത്തിൽ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു പ്രകാശമായി മാറുവാൻ കഴിയുന്നത്. ഇന്ന് നമ്മളോട് നാം ചോദിക്കണം, എത്ര പേർക്ക് ഞാൻ തണലായിരുന്നു? എത്ര പേരുടെ ജീവിതം എന്റെ പ്രവർത്തനം കൊണ്ട് മാറി? എത്ര പേരുടെ കഷ്ടപ്പാട് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു? പലപ്പോഴും ഇതിന് ഉത്തരം പറയാൻ പലർക്കും കാണില്ല. അതുകൊണ്ട് നാം ഓർക്കണം, നമ്മുടെ ഓരോ പ്രവർത്തനവും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ്. യേശു പറയുന്നു, ഞാൻ നഗ്നനായിരുന്നു. ശാരീരിക സംരക്ഷണമില്ലാതെ പലതരത്തിലുള്ള കുഞ്ഞുങ്ങൾ വീട്ടുകാരാൽ ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്. വൈകല്യം കാരണം തന്റെ കൂടെയുള്ള തന്റെ സന്തോഷത്തോട് വളർത്തേണ്ട മാതാപിതാക്കൾ പലപ്പോഴും ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ തള്ളിക്കളയുന്നു. ഈ തള്ളിക്കളയുന്ന അവസ്ഥയിലുള്ള ഒരു കുഞ്ഞുങ്ങൾക്കായി നിങ്ങൾ ഒരു സാധനമേകാം. അവരുടെ കൂടെ നിങ്ങളുടെ സമയം ചിലവഴിക്കാം. അവർക്ക് നിങ്ങളുടെ വാക്കുകൾ പറഞ്ഞ് നിങ്ങളുടെ ഒരു സൗഹൃദം നൽകി അവരുടെ ജീവിതത്തിന് ഒരു അർത്ഥമുള്ള ജീവിതമാക്കാൻ നിങ്ങൾക്ക് കഴിയും. നീതിമാന്മാർ യേശുക്രിസ്തുവിനോട് ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടു, ചേർത്ത് കൊള്ളുകയോ നഗ്നനായിരുന്നു കണ്ടിട്ട് ഒളിപ്പിക്കുകയോ ചെയ്തു എന്ന് ചോദിച്ചു. ഈ ചെറിയവർക്ക് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തിനെ ചെയ്യുന്നു. അതുകൊണ്ട് നാം ചെറിയ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്താൽ ദൈവം 10,000 മടങ്ങായി അനുഗ്രഹങ്ങൾ നമുക്ക് തരും. പുരോഹിതനും ലേവ്യനെ പോലെ നാം കടന്നു പോകാതെ നല്ല ശബരിക്കാരനെ പോലെ മറ്റുള്ളവരുടെ വേദന നമ്മുടെ വേദന എന്ന് കരുതി അവർക്ക് ഒരു സാന്ത്വനം ഏകണം. യേശുവിന്റെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം. മൂന്നാമതായി മറ്റുള്ളവരെ കരുതുവാൻ കരങ്ങൾ തുറക്കണം. Open your hands to care. രോഗബാധിതരായതുകൊണ്ട് വെളിലോകം നോക്കാതെ തടവിലായിരിക്കുന്ന സമൂഹത്തിന് ഒരു താങ്ങായി നാം മാറണം. ആശ്വാസ വാക്കുകൾ മാത്രമല്ല, അവരെ കരം പിടിച്ച് അവരോടുകൂടെ പ്രവർത്തിക്കണം. വെറുതെ ഒന്ന് വന്ന് കാണുകയല്ല, അവർക്ക് വേണ്ടുന്ന കരുതൽ നൽകണം. ആവർത്തന പുസ്തകം 15-ാം അധ്യായം 11 പറയുന്നത് പോലെ ദൈവം തന്നോട് ജനത്തോട് കൽപ്പിക്കുന്നു, ദരിദ്രൻ ദേശത്ത് അറ്റുപോകുകയില്ല. അതുകൊണ്ട് നിന്റെ ദേശത്ത് അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് നിന്റെ കൈ മനസ്സോട് തുറന്നു കൊടുക്കണം. പലപ്പോഴും നാം കൈ മടക്കുകയാണ് ചെയ്യുന്നത്. എന്റെ കയ്യിലൊന്നുമില്ല, നിങ്ങൾക്ക് നൽകാനെന്ന് അവരോട് പറഞ്ഞ് അവരെ വെറുതെ അയച്ചിട്ട് കഴിയുന്നു. അങ്ങനെയല്ല, അവർക്ക് സാധനമേകാനും അവരുടെ കരം പിടിക്കുന്നവരുമായി നമ്മൾ
മാറണം. സാറഫാത്തിലെ വിധവ ക്ഷാമകാലത്ത് തനിക്കും മകനും ഒടുവിൽ ചുട്ട് കഴിച്ച് മരിക്കുവാൻ വേണ്ടുന്നത്ര ഒരു പിടി മാവും കുപ്പിയിൽ കുറച്ച് എണ്ണയും ഉണ്ടായിരുന്നു. പക്ഷേ അത് ആ സാറഫാത്തിലെ വിധവ ദൈവപുരുഷനായ ഏലിയാവിന് പകർന്നു. അത് പകർന്നത് കൊണ്ട് അവരുടെ ജീവിതം അനുഗ്രഹമായി മാറി. നമ്മുടെ ജീവിതത്തിലും നമുക്കിരിക്കുന്നത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറും. യാക്കോബ് 2:15-16 പറയുന്നത് പോലെ നഗ്നരെ ഉടുപ്പിക്കുകയും വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടായിരിക്കത്തുള്ളൂ. നാം സഹായിക്കുമ്പോൾ നാം അവരുടെ കണ്ണുനീർ ഒപ്പി അവർക്ക് ക്രിസ്തുവിന്റെ കരം എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നു. മറ്റുള്ളവരോട് കരുണ കാണിക്കുകയും കേൾക്കുവാൻ അവരെ നമ്മുടെ കാതുകൾ തുറക്കണം, കാണുവാൻ കണ്ണ് തുറക്കണം, കരുതുവാൻ കരം തുറക്കണം. നമ്മുടെ അവസാന ജീവിതം വരെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. അന്ത്രയോസ് യേശുവിന്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹം യേശുവിന് വേണ്ടി പ്രവർത്തിച്ചു. ഒടുവിൽ ഗ്രീസിൽ പട്രാസിൽ വെച്ച് അദ്ദേഹം ക്രൂശിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിന്റെ അതേ ആകൃതിയിലെ ക്രൂശിക്കരുത്, എന്നെ എന്ന മാതൃകയിൽ ക്രൂശിക്കുക എന്ന് പറഞ്ഞുവെന്ന് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. അവിടെ അദ്ദേഹം 2 ദിവസം ക്രൂശിന്റെ അനുഭവം അനുഭവിച്ചു, അവിടെ പ്രസംഗിച്ചു. ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന തന്നെ ക്രൂശിക്കാൻ ഏൽപ്പിച്ച തലവന്റെ ഭാര്യ പോലും മാനസാന്തരപ്പെട്ടു. അങ്ങനെ മാനസാന്തരത്തിന്റെയും സാന്ത്വനത്തിന്റെയും അനുഭവം മറ്റുള്ളവർ അനുഭവിക്കുന്ന ഒരു ജീവിതക്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ഓരോ ശബ്ദം ഉയർത്തണം, നമ്മുടെ ശബ്ദം തുറക്കണം. അവരുടെ നിസ്സഹായത കണ്ട് അവരെ മനസ്സിലേക്ക് നാം അവർക്ക് വേണ്ടി ഒരു തണലാകണം. അവർക്ക് ഭക്ഷണം വാസസ്ഥലവും നൽകി നമ്മുടെ കരങ്ങൾ തുറക്കണം. ലോകം എപ്പോഴും എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് ചോദിക്കുന്നു, പക്ഷേ യേശുക്രിസ്തു ചോദിക്കുന്നു, നീ മുഖാന്തരം എത്ര പേർ എന്നെ കണ്ടു? നീ മുഖാന്തരം എത്ര പേർ എന്റെ സാന്ത്വന സ്പർശം അനുഭവിച്ചു? ആ സാന്ത്വന സ്പർശം മറ്റുള്ളവർക്ക് പകരുന്ന ഒരു കൈയായി നാം മാറണം. മാർട്ടിൻ ലൂതർ കിംഗ് ജൂനിയർ പ്രകാരം പറയുന്നു, darkness cannot drive out darkness, only light can do that. ഇരുട്ടിനെ ഇല്ലാതാക്കാൻ ഇരുട്ടിന് കഴിയുകയില്ല, വെളിച്ചത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഈ ഇരുട്ടിന്റെയും കയ്പിന്റെയും അനുഭവം അനുഭവിക്കുന്ന മക്കൾക്ക് ഒരു രുചി പകരുന്ന ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒരു മെഴുകുതിരി തന്നെത്താൻ നശിപ്പിച്ച് മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്നു. അതേപോലെ നമ്മുടെ ജീവിതം നാം ത്വരിച്ച് മറ്റുള്ളവർക്ക് ഒരു പ്രയോജനകരമായുള്ള ഒരു ജീവിത ക്രമം എടുക്കേണ്ടതാണ്. കരുതലിന്റെ ദൗത്യത്തിലെ പങ്കാളികളാകാം. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.